ഈ പേര് കണ്ടുപിടിച്ചവനെ സമ്മതിച്ചു കൊടുക്കണം. കാരണം കള്ളം മാത്രം പറയുന്നവന് സത്യവാൻ എന്ന് പേരിടുന്ന പോലെയാണ് ഈ ഉഡായിപ്പ് നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന പ്രോഗ്രാമിന്. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും കാര്യം കൊണ്ട് ഇത് പുറത്തു വരും. മേ ബി ആരെങ്കിലും നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഒരു വർത്തമാനമായിരിക്കാം. ഇല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഞാനൊരു പെർട്ടിക്കുലർ സിനിമ കണ്ടപ്പോഴാണ് എനിക്കിത് ട്രിഗർ ആയത്. ട്രിഗർ ആയി കഴിഞ്ഞപ്പോൾ ഹലോ, ഇപ്പോഴുള്ള ഇന്റർവ്യൂസ് എല്ലാം കട്ട ശോകമാണ്. ഇന്റർവ്യൂസിന് ക്വാളിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാൻ അറിയത്തേ ഇല്ല. അതുകൊണ്ട് ഇവന്മാർ വൈറലാവാൻ വേണ്ടി ഓരോ തോന്നിവാസം ചോദിക്കും. ഇപ്പൊ 2 ദിവസം മുമ്പാണ് അജിൻ എന്ന് പറഞ്ഞ ഒരുത്തൻ മനീഷ എന്നൊരു ആക്ടറിനോട് ചോദിച്ചത്, അനാവശ്യ ചോദ്യം ചോദിച്ചത്, ഡോർ തുറന്നിട്ടുണ്ടോ, ഡോർ തുറന്ന് കൊടുത്തിട്ടുണ്ടോ അവസരങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ. അവനറിയാം ഇത് വൈറലാവും, ഇത് പ്രശ്നമാവും, അവർ എതിർക്കും. ചിലപ്പോൾ അവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുമെന്ന് അറിയില്ല നമുക്ക്. പക്ഷെ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവന് വ്യക്തമായിട്ട് അറിയാം ഇത് അവൻ എയറിൽ പോകാൻ പോവുകയാണെന്ന്. പക്ഷേ ആ ഇന്റർവ്യൂവിന് റീച്ച് കിട്ടും, അവനെ 4 പേര് അറിയും, അവനത് മാത്രം മതി. 4 ദിവസം തെരുവ് വിളിക്കുമായിരിക്കും ആൾക്കാർ, അതിനുശേഷം മറന്നു പോകായിരിക്കും. അടുത്ത ഇന്റർവ്യൂ വരുന്നവരെ അവൻ എയറിൽ നിൽക്കുമെന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് ഹന്ന റെജി കോഷി എന്ന നടിയോട് ഷാലു എന്നൊരു ഇന്റർവ്യൂവർ ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, കിടന്നു കൊടുത്തിട്ടാണോ ചാൻസ് കിട്ടിയെന്ന്. അതിന്റെ തന്നെ വേറെ രൂപമാണ് ഇപ്പൊ ഇവനും ചോദിച്ചത്. ഇപ്പൊ ഹന്ന റെജി കോഷിയുടെ ആ ഇന്റർവ്യൂ പലരും മറന്നിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ ചിലരടുത്ത് കാണുന്നുണ്ടാവാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇവന്മാർക്ക് ആഡ് കിട്ടും, ഇവന്മാർക്ക് വ്യൂസ് കിട്ടും, അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നൊരു ചാനലുണ്ട്. അതിനകത്ത് നമ്മുടെ രമ്യ നിഖിൽ, മുമ്പ് രവീന്ദ്രനായിരുന്ന രമ്യ നിഖിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പേര് ഞാൻ പറയാം. ആ പ്രോഗ്രാമിന്റെ പേര് തന്നെ ഒരു കോമഡിയാണ്. അപ്പൊ ഈ രമ്യ രവീന്ദ്രൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രമ്യ നിഖിലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഐഡിയ സ്റ്റാർ സിംഗറിന്റെ രഞ്ജിനി ഹരിദാസിനെ റീപ്ലേസ് ചെയ്ത് ഇടയ്ക്ക് വന്നായിരുന്നു ഈ രമ്യ. പക്ഷെ അതങ്ങോട്ട് ക്ലച്ച് പിടിക്കാത്തതുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യാൻ കാണാൻ എനിക്ക് തോന്നുന്നു രഞ്ജിനി ഹരിദാസ് റേറ്റ് അങ്ങോട്ട് കൂട്ടി ചോദിച്ചു. അങ്ങനെ അവർക്ക് സ്റ്റാർ സിംഗറുകാർക്ക് പിടിച്ചില്ല, ഏഷ്യാനെറ്റിന് പിടിച്ചില്ല. അവർ പറഞ്ഞു അത്രയും തരാൻ പറ്റില്ലെന്ന്. എന്തായാലും അതിന് പകരം രമ്യയെ കൊണ്ടുവന്നു. പക്ഷെ രമ്യ ക്ലച്ച് പിടിച്ചില്ല. അവർക്ക് വീണ്ടും രഞ്ജിനി ഹരിദാസിനെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. അപ്പൊ ഈ രമ്യ നിഖിൽ പാട്ടുകാരിയൊക്കെയാണ്, ആങ്കറാണ്. അവിടെ ഹസ്ബൻഡ് നിഖിലും പാട്ടുകാരനൊക്കെയാണ്, നിഖിൽ മേനോൻ എന്നും മറ്റോ ആണ് പേര്. അപ്പൊ ഈ നിഖിലും വേറൊരു പാട്ടുകാരിയായ നിമ്മിയും ചേർന്നൊരു പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ധരിച്ചിരുന്നത് അവർ കല്യാണം കഴിക്കുമെന്നാണ്. പക്ഷെ അതിനിടെ ഇവർ പ്രണയത്തിലായി, ഇവർ കല്യാണം കഴിച്ചു. അപ്പോ ഈ രമ്യ ഡിവോഴ്സ് എക്സ്പെർട്ടാണ്. കക്ഷി ഇന്റർവ്യൂവിൽ വന്നിരുന്നാൽ സ്ത്രീകളെയാണ് കൊണ്ടിരുന്നത് പ്രധാനമായിട്ടും. പുരുഷന്മാരോടും ഇങ്ങനെയുള്ള അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അടുത്തിടെ തന്നെയാണ് GP-യോട്, ഗോവിന്ദ് പത്മസൂരിയോടും ഒരു സിനിമ പ്രൊമോഷന്റെ സമയത്ത് ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ സ്ത്രീകളെ പിടിച്ചെടുത്ത് അവരോട് ഡിവോഴ്സിനെ പറ്റി ചോദിക്കുക, ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളെ പറ്റി, അവർ എന്തുകൊണ്ടാണ് ഡിവോഴ്സ്, അതിനെ കുത്തി 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 ചോദിച്ച് അവരെ ഇല്ലാതാക്കുക. അതാണ് അവരുടെ ഹോബി. അവരുടെ വിചാരം ആൾക്കാർ ഇത് കാണാനായിട്ട് ഇരിക്കുകയാണെന്നാണ്. ആൾക്കാർ കാണുന്നുണ്ടാവും, ചിലരൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ ഭൂരിഭാഗം പേർക്കും ഇത് മടുപ്പ് ഉണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അതിന്റെ കമന്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. എന്നുവെച്ചാൽ ഒരു കാര്യം ഒരു തവണ ചോദിച്ചു ഓക്കെ, പിന്നെ അതിനെ ചുറ്റി അടുത്ത ചോദ്യം. അവർ വളഞ്ഞു മൂക്കി പിടിക്കും, തിരിഞ്ഞു മൂക്കി പിടിക്കും, എല്ലാ രീതിയിലും മൂക്കി പിടിക്കുക. എങ്ങനെയെങ്കിലും ഒക്കെ ഇന്റർവ്യൂവിന് വരുന്ന വ്യക്തിയെ തേജോവധം ചെയ്യുക, അവരെ അങ്ങ് ഇല്ലാതാക്കുക, അവരുടെ ഉള്ളിലേക്ക് കടന്നു കയറി ആക്രമിച്ച് അതിൽ നിന്ന് കോണ്ടന്റ് ഉണ്ടാക്കി ആസ്വദിക്കുക. ഇതാണ് അവരുടെ ശീലം, അവരുടെ ഒരു രീതി എന്ന് തോന്നുന്നു. എന്തായാലും അവർക്ക് വേണ്ടത് കമന്റ് ബോക്സിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഇത്തരം കോൺട്രവേഴ്സീസ്, ഇത്തരം നെഗറ്റീവ് കമന്റ്സ് അവരുടെ പ്രോഗ്രാമിന് വന്നപ്പോൾ അവരൊരു FTQ നടത്താൻ തീരുമാനിച്ചു, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ആ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം ഇവർ മേഘന വിൻസെന്റുമായിട്ട് നടത്തിയ ഇന്റർവ്യൂവും അഞ്ജു ജോസഫുമായിട്ട് നടത്തിയ ഇന്റർവ്യൂവും അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ആദ്യം അവർ അവരുടെ പ്രോഗ്രാമിനെ പറ്റി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആ പ്രോഗ്രാമിന്റെ പേരടക്കം കോമഡിയാണ്, അത് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ബാക്കിയും സംസാരിക്കാം. ഒരുപാട് സന്തോഷം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഷോ ശരിക്കും അതൊരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് അല്ലേ. നമ്മളെല്ലാവരും ഇതുവരെ ഒരു എന്താ പറയുക, ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫോർമാറ്റ് തന്നെയാണ്. അതെ, ഇതാണ് പറയുന്നത്. ആ പ്രോഗ്രാമിന്റെ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതെ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. അവരെ വിളിച്ചിരുത്തി അവിടെ ലൈഫ് ഹൊറിബിൾ ആക്കുക എന്നതാണ് ഈ രമ്യ നിഖിലിന്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതി. അവർ പറയുന്നത് ഭയങ്കര ഫീൽ ഗുഡ് പ്രോഗ്രാമാണ്. ഫീൽ ഗുഡ് എന്നുള്ളത് ഇവർക്ക് മാത്രം അനുഭവപ്പെടുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇന്റർവ്യൂ വരുന്ന ഒരു വ്യക്തി പോലും ഇത് ഫീൽ ഗുഡ് പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ടില്ല. ഈ അഞ്ജു ജോസഫ് അടക്കം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഫീൽ ഗുഡ് പ്രോഗ്രാം ആണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഈ പേര് കണ്ടുപിടിച്ചവനെ സമ്മതിച്ചു കൊടുക്കണം. കാരണം കള്ളം മാത്രം പറയുന്നവന് സത്യവാൻ എന്ന് പേരിടുന്ന പോലെയാണ് ഈ ഉഡായിപ്പ് നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന പ്രോഗ്രാമിന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിട്ടത്. ആക്ച്വലി ഇതിന്റെ പേരാവണമായിരുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഐ വിൽ മേക്ക് ഇറ്റ് ഹൊറിബിൾ എന്ന്. ഇന്റർവ്യൂവിന് വരുന്ന വ്യക്തികളുടെ ലൈഫ് ഹൊറിബിൾ ആക്കാൻ വേണ്ടി അത്തരം ഉഡായിപ്പ് കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ് താനെന്ന് വ്യക്തമായിട്ട്
പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു പേരിട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മേഘനയുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പൊതുവെ കമന്റ്സ് അങ്ങനെ നോക്കുന്ന ഒരു കൂട്ടത്തിലല്ല. അതുകൊണ്ട് ഞാൻ അതെ, ഇത് തുടക്കം മുതൽ അവസാനം വരെ ഇവർ കള്ളത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. ആദ്യത്തെ കള്ളം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നത് ഒരു ഫീൽ ഗുഡ് പ്രോഗ്രാം ആണെന്ന്. നിങ്ങൾ ആ പ്രോഗ്രാം ഒന്ന് കണ്ടുനോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ഗുഡായോ എന്ന് പറയുക. രണ്ടാമത്തത്, ഇവർ കമന്റ് ഒന്നും നോക്കാറേ ഇല്ലെന്നാണ്. അതെന്താ കമന്റ് നോക്കാത്തത്? കമന്റ് നോക്കിയാൽ പേടിച്ചു പോകും, പിന്നെ ഈ പ്രോഗ്രാം നടത്താനുള്ള ധൈര്യം കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഇവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമ്മുടെ മൈൽ സ്റ്റോളിൽ തന്നെയുള്ള നമ്മുടെ കൂടെയുള്ള ആൾക്കാരുണ്ട്, ഇതിൽ തന്നെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെയും പിന്നെ എൻ്റെ ടീമിലുള്ളവരും ഒക്കെ പറഞ്ഞു, ചേച്ചി അതിന് കുറേ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ കമന്റ്സ് പോകുന്നുണ്ട്. പലർക്കും ഇങ്ങനെ എന്തിനാണ് ഞാൻ മേഘനയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ചേച്ചിക്ക് എന്തറിയണം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിവേഴ്സ് മാത്രം ഇങ്ങനെ ട്രിക്ക് ചെയ്ത് ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ ഓരോ കമന്റ്സ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരു സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, എന്താ പറയുക, ഞാൻ ആ മേഘനയുടെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴും ചെയ്യുന്നതിന് മുന്നേയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞിട്ടും എന്നെ ഹഗ് ചെയ്ത് അവർ ഒരുപാട് സന്തോഷത്തോടെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ അതിന് ശേഷവും നമ്മുടെ അത് ഇവർ നോക്കിയില്ല, പക്ഷെ കൂടുതലുള്ള ടീം മെമ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് പറഞ്ഞത്. അവർ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ഡിവോഴ്സിനെ പറ്റി കുത്തി കുത്തി ചോദിക്കുന്നതെന്ന്. അതിനുശേഷം അവർ ആമുഖമായിട്ട് പറയുന്നു, ഒരു സത്യം ഞാൻ പറയട്ടെ. ഒരാൾ നിങ്ങളടുത്ത് പറയുകയാണ്, ഞാൻ ഒരു സത്യം പറയാൻ പോവുകയാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് കള്ളമായിരിക്കും പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ വെറും തള്ളായിരിക്കും. ഇവർ പറയുന്നത് ഞാനൊരു സത്യം പറയട്ടെ എന്നാണ്. അതിനുശേഷം പറയുന്നു അവർ ഹഗ് ചെയ്തിട്ടാണ് പോയത്, സന്തോഷത്തോടെയാണ് പോയതെന്നാണ്. ഹഗ് ചെയ്താണ്. മേഘന ഒരു നടിയാണ്, അവർക്ക് ഇവിടെ മുന്നിൽ അവിടെ ഉള്ളിലുള്ള വികാരങ്ങൾ കാണിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഇമേജ് വന്നാലോ എന്നൊക്കെ വിചാരിച്ചു അതുകൊണ്ട് ഹഗ് ചെയ്തിട്ടൊക്കെ പോയി കാണും, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ അത് ഒരു സന്തോഷത്തോടെ ആ ഇന്റർവ്യൂവിന് ഇരുന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അമ്മാതിരി ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. ഞാൻ ഈ മുന്നിൽ ഇതുപോലെ മേഘനെ പോലെ ഏതൊക്കെ ആർട്ടിസ്റ്റുകളാണോ വരുന്നത് അവരുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അവർ വളരെയധികം കംഫർട്ടബിൾ ആണ്. രമ്യ ധൈര്യമായിട്ട് ചോദിച്ചോളൂ, ഞാൻ അതിന് ആൻസർ ചെയ്തോളാം എന്നാണ് ഇന്ന് വരേക്കും എനിക്ക് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസും എനിക്കുള്ള ഒരു അനുഭവം കേട്ടോ. അങ്ങനെ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഗസ്റ്റിന് അൺകംഫർട്ടബിൾ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഉത്തരം പറയാൻ മേഘനയുടെ ഇന്റർവ്യൂവും അഞ്ജുവിന്റെ ഇന്റർവ്യൂ മാത്രം എടുത്താൽ മതി, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ടോട്ടലി അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലാണ് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അനാവശ്യ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരു കാര്യം തന്നെ, ഇപ്പോൾ അഞ്ജു ജോസഫിന് ഒരു പ്രശ്നമുണ്ട്, OCD എന്നൊരു പ്രശ്നം, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അവർക്കുള്ളത്, OCPD. അതിനെപ്പറ്റി റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്, 4 5 തവണ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം അത്. സൈക്കാട്രിക് മെഡിസിൻ ഉണ്ട്. സൈക്കാട്രിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്, ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട് എനിക്ക്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മെഡിസിൻസ് ഞാൻ എടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അവിടെ ചെന്നപ്പോഴാണ് റിയലൈസ് ചെയ്തത് ആങ്സൈറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അറിയുന്നത് എനിക്ക് OCD ഉണ്ട്, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറും. അതെ, അവർ തന്നെ ഈ അഞ്ജു തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ഓക്കെ, അവർ ഉണ്ട്. അവർ കൂടെ ചേർന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എനിക്കും ഇതേ പ്രശ്നം ഉണ്ടെന്ന്. അതിനുശേഷം വീണ്ടും അടുത്ത ചോദ്യം വരുന്നു, ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം കോൺഷ്യസ്ലി അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുക കുറെ സാധനങ്ങൾ. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും കാര്യം കൊണ്ട് ഇത് പുറത്തു വരും. മേ ബി ആരെങ്കിലും നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഒരു വർത്തമാനമായിരിക്കാം, ഇല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഞാനൊരു പെർട്ടിക്കുലർ സിനിമ കണ്ടപ്പോഴാണ് എനിക്കിത് ട്രിഗർ ആയത്. ട്രിഗർ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ അഞ്ജു കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഞാൻ അവോയ്ഡ് ചെയ്ത് വെച്ചേക്കാണ്, പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇത് പുറത്തേക്ക് വരും, ട്രിഗർ ചെയ്യപ്പെടും. ചിലപ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കാത്തൊരു ചോദ്യമായിരിക്കും. ഇവരെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്. ഇത് പുറത്തു വരും. മേ ബി ആരെങ്കിലും നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഒരു വർത്തമാനമായിരിക്കാം, ഇല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഞാനൊരു പെർട്ടിക്കുലർ സിനിമ കണ്ടപ്പോഴാണ് എനിക്കിത് ട്രിഗർ ആയത്. ട്രിഗർ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ബോഡീനെ ബാധിക്കാൻ തുടങ്ങും. ഈ ട്രിഗർ ചെയ്യുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രമ്യ നിഖിലാണ്. അത് അഞ്ജു ഇൻഡയറക്ട്ലി എങ്കിലും ഇവിടെ പറയുന്നുണ്ട്. ഇൻഡയറക്ട്ലി പറയുന്നുണ്ട് എന്ന് പറയാൻ കാരണം പിന്നീട് പറയാം. പേഴ്സണാലിറ്റി ആയതുകൊണ്ട് പക്ഷേ ഇപ്പൊ റിലേഷൻ ബ്രേക്കപ്പ് ആവാനും കാരണം ഒരുപക്ഷെ OCD സിൻഡ്രോം ആയിരിക്കുമോ? OCD അല്ല, അവർ OCD വിട്ടൊരു കളിയില്ല, തിരികെ വീണ്ടും വന്നിരിക്കുകയാണ്. OCD ആണോ നിങ്ങൾ ഡിവോഴ്സ് ആവാൻ കാരണം? അവർക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഈ OCD കിടന്ന് കറങ്ങുകയാണ്. ഒരാൾക്ക് ഒരു ഡിപ്രഷൻ ഉണ്ട്, ആങ്സൈറ്റി പ്രശ്നമുണ്ട്, OCD എന്നൊരു സൈക്കോളജിക്കൽ കണ്ടീഷൻ ഉണ്ട് എന്നറിയുമ്പോൾ അതിനെ വിടുക. അത് വിട്ടിട്ട് മറ്റു ചോദ്യങ്ങൾ ചോദിക്കുക. നല്ല നല്ല എത്ര ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ തന്നെ കിടന്ന് കറങ്ങേണ്ട ആവശ്യമുണ്ട്. എന്താണ്? നിങ്ങളുടെ ലൈഫ് കംഫർട്ടബിൾ ആണ് എന്നതുകൊണ്ട് നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ മറ്റൊരാളുടെ ലൈഫിനെ കുത്തി ചോദിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ ലൈഫ് ഇതുപോലെ ഹോറിബിൾ എന്തെങ്കിലും ഡിസ്റ്റർബിങ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ നിന്ന് തോന്നി, ഇനി എന്തിനാണ് അവരെയും കൂടെ വിഷമിപ്പിക്കുന്നത്, അവരുടെ വിഷമത്തിലേക്ക് ഞാൻ എന്തിനാണ് ഉപ്പ് വാരിയിടുന്നതെന്ന്. ഇപ്പം വളരുവാണല്ലോ, വളരുമ്പം ഇപ്പൊ കുഞ്ഞിലത്തെ കാര്യങ്ങൾ ഇപ്പൊ ഇത്രയും വലുതായപ്പോഴാണ് അഞ്ജു റിയലൈസ് ചെയ്യുന്നത് അന്ന് ഞാൻ ചെയ്തതും ഈ OCD ഇല്ലെങ്കിൽ എന്റെ ആങ്സൈറ്റി ഇത് കാരണമാണെന്ന്. പിന്നീടും ഇതുപോലെ ക്യാരി ചെയ്ത് കൊണ്ടുപോയ കുറച്ച് ശീലങ്ങൾ ഇന്നും യു ഫൈൻഡ് ഇറ്റ് റിയലി ഹാർഡ് അത് മാറ്റാൻ അഗെയിൻ OCPD. വീണ്ടും അവർ OCPD എന്നൊരു ഇഷ്യൂവിൽ തന്നെ തൂങ്ങി നിൽക്കുകയാണ്. ഇതിനെ പറയുന്നത് ഉണങ്ങിയ മുറിവിൽ ചുരണ്ടി അതിന് മുറിവ് വീണ്ടും ഉണ്ടാക്കി അതിനകത്തേക്ക് ഉപ്പ് തേച്ച്
രസിക്കുക എന്നാണ്. അത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അത് ഈ വ്യക്തിയാണ് നേരത്തെ പറഞ്ഞത്, എന്റെ ചോദ്യം കൊണ്ട് ആർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടില്ല, എല്ലാവരും കംഫർട്ടബിളി ആണ് ആൻസർ തന്നത്. പക്ഷെ നമ്മൾ ഇത്രയും ഈ പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കി ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു, അവിടെയും ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലേ നമ്മുടെ ലൈഫിലെ ഓരോ സ്റ്റേജിലും. അപ്പൊ അത്രയും നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ ജെന്യുവൻ ആയിട്ട് 100% നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോ അവിടുന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു തോൽവിയാണ് നമ്മൾ അവിടെ ഏൽക്കുന്നത്. ഈ രമ്യ നിഖിലിന്റെ ഇന്റർവ്യൂവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇന്ന് മലയാളം ചാനലുകളിൽ ഉണ്ടെങ്കിൽ അത് രമ്യയുടേതാണ്. ഇത്രയും നെഗറ്റീവായിട്ട് ഇന്റർവ്യൂ എന്ന് അജിൻ പോലും ഇല്ല. അജിൻ പോലും ഇതിനേക്കാൾ ബെറ്റർ ആണ്. അജിൻ ഇടയ്ക്കിടയ്ക്ക് കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളൂ. അത് വിവരമില്ലായ്മയുടെ പ്രശ്നമായിരിക്കാം. ഇവരുടെ ഇന്റർവ്യൂ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇൻഫാക്ട് മേഘനയുമായിട്ടുള്ള ഇന്റർവ്യൂവിലും ഇതൊക്കെ തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. ാണെങ്കിലും മഞ്ജു ഇപ്പൊ ഇതുപോലെ പലതവണ ഇങ്ങനെ നിങ്ങൾ ഇതായിട്ടുണ്ടാവും, ഓക്കെ ഞാൻ ചാൻസ് കൊടുക്കാം, വീണ്ടും ഇങ്ങനെ ഇതായി. പക്ഷെ നമ്മൾ എല്ലാവരും അതേല്ലേ, നമ്മൾ ആരും ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ OCPDയും ഡിവോഴ്സും അവിടെ കിടന്ന് കറങ്ങിയാണ് ഈ വ്യക്തി. ചാൻസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു, നിങ്ങൾ ചാൻസ് കൊടുത്തിട്ടുണ്ടാവും, എന്നിട്ടും ശരിയായിട്ടില്ല, എന്നിട്ടല്ലേ ഡിവോഴ്സ് ചെയ്തത്. ദാറ്റ്സ് എ നോർമൽ തിങ്. അവർ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ അവർ ഡിവോഴ്സ് ചെയ്തു. ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് വേറെ ചില കാര്യങ്ങൾ, OCPD അല്ല അവിടുത്തെ ഇഷ്യൂ, വേറെ ചില കാര്യങ്ങൾ കൊണ്ട് അത് നിങ്ങൾക്ക് അറിയണം. എത്ര നിർബന്ധം എന്താണ്? ഇപ്പൊ നിങ്ങളും നിഖിലും ആയിട്ട് ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ എന്ന് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീലിംഗ്? അതല്ലെങ്കിൽ നിഖിലിനുള്ള അവിഹിത ബന്ധത്തെ പറ്റി, നിഖിലിന് അഥവാ ഉണ്ടെങ്കിൽ അവിഹിത ബന്ധം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിച്ചാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്താവും? അതിനെപ്പറ്റി വീണ്ടും കുത്തി ചോദിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ പ്രതികരിക്കുക? അത് ചിന്തിച്ചാൽ പോരെ. നിങ്ങളൊരു സ്ത്രീയല്ലേ, ഒരു പെണ്ണല്ലേ നിങ്ങളും? അതേപോലെ ഒരു പെൺകുട്ടിയോടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അത് ഡിവോഴ്സ് കഴിഞ്ഞ് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആൾറെഡി അതിന് സൈക്കോളജിക്കലി ചില ഇഷ്യൂസ് ഉണ്ടെന്ന് അത് തന്നെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? മേഘനയോടും ഇതുപോലെ തന്നെ പോസിറ്റീവ് എന്ന് തോന്നുന്ന നെഗറ്റീവ് ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. 1-2 കാണാം. ഏത് ഇന്റർവ്യൂവിൽ കണ്ടാലും എപ്പോഴും വളരെ ഈസി ആയിട്ട്, വളരെ ചിരിച്ച്, വളരെ എന്ത് പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള ഇന്റർവ്യൂവും ഒക്കെ വൈറലായപ്പോഴും അതിനൊക്കെ എത്ര കൂളായിട്ടാണ് മേഘന ഹാൻഡിൽ ചെയ്തത്. പിന്നീട് അങ്ങോട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. പക്ഷെ മേഘന ഒന്നിലും ഒരു ഇതല്ലാതെ അത് ആക്സെപ്റ്റ് ചെയ്യായിരുന്നു. ഓക്കെ, അത് എനിക്ക് പറ്റിപ്പോയി, ശരിയാണ്, എന്റെ അറിവില്ലായ്മയുടെ ഒരു പുറത്ത് വന്നതാണ്, എന്റെ ഒരു ഇതാണ്, അങ്ങനെയൊക്കെ അതിനെ വളരെ പോസിറ്റീവ്. ഇവിടെ പോസിറ്റീവ് എന്ന് നമുക്ക് തോന്നും ഈ ചോദ്യം, പക്ഷെ പോസിറ്റീവ് അല്ല. ഒരു ഗസ്റ്റിനെ വിളിച്ചിരുത്തിയിട്ട് പറയണം നിങ്ങൾ പൊട്ടത്തരമാണ് പറഞ്ഞത്. ആരും പൊട്ടത്തരം പറയുന്നില്ല, ചില മിസ്റ്റേക്സ് പറ്റുന്നേ ഉള്ളൂ. അത്ര മണ്ടന്മാരൊന്നും അല്ല മനുഷ്യർ. കുറച്ചൊക്കെ ഇവർക്ക് പറ്റിയത് പറഞ്ഞു വന്നപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി, അത്രേ ഉള്ളൂ. ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ അവർക്കൊരു മിസ്റ്റേക്ക് പറ്റി. മെയിൻലി അവർ ഏത് പാർട്ടിയാണോ സപ്പോർട്ട് ചെയ്തത് അതിൽ എതിർപക്ഷക്കാർ അതിനെ ട്രോളാക്കി മാറ്റി, അത്രേ ഉള്ളൂ. അതിനെ ഇവർ നെഗറ്റീവായിട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത്, ഭയങ്കര നെഗറ്റീവായിട്ടാണ് അവർ പ്രൊജക്ട് ചെയ്യുന്നത്. നമുക്ക് തോന്നും അവർ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെന്ന്. അല്ല, ഇവർ നെഗറ്റീവാണ് കംപ്ലീറ്റ്ലി. ഓക്കെ, ശരി. ഇനിയിപ്പോ നമുക്ക് മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് എത്താം. മേഘന പക്ഷെ ഞാൻ പിന്നീട് കണ്ട ആ ഇന്റർവ്യൂസിലെല്ലാം മേഘന എല്ലാം വളരെ ഈസി ആയിട്ടെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് വളരെ എന്താ പറയാ, മേഘനയുടെ ഓരോ ഉത്തരങ്ങൾക്കും ഭയങ്കര നല്ല സ്ട്രോങ് ആയിട്ടും ആ ഒരു അതൊക്കെ എങ്ങനെയാ പിന്നെ അത് എടുത്തതും? ഇപ്പൊ പറഞ്ഞു, ശരിയാണ്, പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതിരുന്ന സമയത്ത് ട്രോളിൽ വന്നു, കുറെ അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്സ് കുറെ ഫേസ് ചെയ്യാം. നിങ്ങൾ മേഘനയുടെ ഇന്റർവ്യൂ ബാക്കി കണ്ടാലോ അഞ്ജു ജോസഫായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടാലോ എല്ലാം മനസ്സിലാകും. ടോട്ടലി ഒരു നെഗറ്റീവ് വേയിലാണ് ഇന്റർവ്യൂ പോകുന്നത്. രണ്ടുപേരും ഡിവോഴ്സിലാണ് ഇവർ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. അവിടെയാണ് ഇവർക്ക് രസം കിട്ടുന്നത്. ഇല്ലാത്ത മുറിവ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് മഞ്ഞളും ഉപ്പും മുളകും എല്ലാം കൂടെ വാരത്തേക്കാണ്. മഞ്ഞൾ തേച്ചാൽ മുറിവ് ഉണങ്ങും. അപ്പൊ അതിനകത്തേക്ക് ഉപ്പും മുളകും ഒക്കെ വാരത്തേക്കാണ്. വാരത്തേച്ചിട്ട് അതിൽ ഇവർക്ക് രസം കിട്ടുന്നു. ഇവർ വിചാരിക്കുന്നത് കാണുന്ന നമുക്കും രസം കിട്ടുമെന്നാണ്. ഇപ്പോൾ ഇവർ നേരത്തെ പറഞ്ഞല്ലോ ആർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു എന്ന്. ഇതിനുള്ള മറുപടി അഞ്ജു തന്നെ ഒരു ട്രോളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രോളിന് കമന്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, താങ്ക്സ് ഫോർ ദിസ് വീഡിയോ, ഫൺ ഇന്റർവ്യൂ എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി ചോദിച്ചത് മൊത്തം ഇത് തന്നെ. ആരേലും ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ, ഇന്റർവ്യൂ ഇങ്ങനെ അല്ല ചെയ്യണ്ടേന്ന്. ബട്ട് എനിക്ക് പറയാൻ പറ്റാഞ്ഞത് ഷോളാക്കി ഇട്ടതിൽ താങ്ക്സ് ബ്രോ. അതായത് അഞ്ജുവിന് ടോട്ടലി അൺകംഫർട്ടബിൾ ആയിരുന്നു. അവർക്ക് ഒട്ടും കംഫർട്ടായിട്ട് ഇരുന്നല്ല അവർ ഇന്റർവ്യൂ കൊടുത്തത്. അപ്പൊ രമ്യ നിഖിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ ഇന്റർവ്യൂവിനുള്ള വല്ല കോച്ചിങ് ഉണ്ടെങ്കിൽ അതിന് പോകുക, അതല്ലെങ്കിൽ FTQ വിത്ത് രേഖയോ I am with ധന്യ വർമ്മയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചാനൽ കാണുക. അവർ എത്ര ഗ്രേസ്ഫുള്ളിയാണ് ഇന്റർവ്യൂ എടുക്കുന്നത് നോക്കുക. എസ്പെഷ്യലി I am with ധന്യ വർമ്മ. അവർക്ക് നല്ല റീച്ചും ഉണ്ട്, അവർക്ക് നല്ല അക്സെപ്റ്റൻസും ഉണ്ട്. അവർ എത്ര നെഗറ്റീവായിട്ടുള്ള വ്യക്തിയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നതെങ്കിലും, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും അവിടെ ഇന്റർവ്യൂസിൽ വന്നിട്ടുണ്ട്, അവരെ പോലും ഭയങ്കര പോസിറ്റീവായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ ഇന്റർവ്യൂ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അങ്ങനെ ചെയ്തിട്ട് അവർക്ക് റീച്ച് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് ഇത്തരം നെഗറ്റീവ് ഇന്റർവ്യൂ ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത്? അങ്ങനെ റീച്ച് ഉണ്ടാവില്ല.
അതിന് പകരം നിങ്ങൾക്ക് കൂടെ പണി കിട്ടത്തേ ഉള്ളൂ, ആൾക്കാർ നിങ്ങളെ റിജക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ രമ്യ നിഖിൽ, നിങ്ങളുടെ ഇന്റർവ്യൂ ഭയങ്കര നെഗറ്റീവാണ്. നിങ്ങളെ പ്രോഗ്രാമിന്റെ പേര് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നല്ല, ലൈഫ് ഈസ് ഹൊറിബിൾ എന്നാണ് ആക്കേണ്ടത്. എത്രയും പെട്ടെന്ന് ആക്കുക. അതല്ലെങ്കിൽ ഈ പ്രോഗ്രാം എടുത്ത് ചവറ്റുകുട്ടയിൽ കളയുക. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ല കാര്യമായിരിക്കും.